അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയൊരു ടോപ്പിക്കിനെ പറ്റി നോക്കാം. ബെയർ ബോൺസ് ഓഫ് ദ പൈത്തൺ പ്രോഗ്രാം. ബെയർ ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. പൈത്തൺ പ്രോഗ്രാമിൻ്റെ ബെയർ ബോൺസ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നതിനെ പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ ജാവയിലൊക്കെ ഇത് പറയുന്നത് സ്ട്രക്ചറായിട്ടാണ്, സ്ട്രക്ചർ ഓഫ് ദ ജാവ പ്രോഗ്രാം അങ്ങനെയാണ് പറയുന്നത്. പൈത്തണിനകത്തൊരു വ്യത്യാസമുണ്ട്, ബെയർ ബോൺസ് ഓഫ് ദ പൈത്തൺ പ്രോഗ്രാം. അപ്പോൾ ഇതൊരു സെയിം സ്ട്രക്ചർ തന്നെയായിരിക്കും. അപ്പോൾ ഈ പൈത്തൺ പ്രോഗ്രാമിലുള്ള ഓരോ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഡിറ്റർമിൻ ചെയ്യുന്നു, അതിനെയാണ് ബെയർ ബോൺസ് എന്ന് പറയുന്നത്. ദ പൈത്തൺ പ്രോഗ്രാം കണ്ടെയ്ൻ വേരിയസ് എലമെൻറ്റ്സ് സച്ച് ആസ് കമൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്രഷൻസ്, ഓക്കെ, എക്സെട്ര. അതായത് കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർ വെച്ചൊക്കെ എഴുതുന്ന കമൻറ്റ്സ് എന്ന് പറയുന്നത്. ജാവയ്ക്കകത്ത് സ്റ്റാർ ആണെങ്കിൽ ഇത് ഹാഷ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് കമൻറ്റ്സ്. ഓക്കെ, കമൻറ്റ്സ് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് കൊടുക്കാം കമൻറ്റ്സ്. ഓക്കെ, പിന്നെ മെയിൻ പാർട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെയിൻ പാർട്ടിൻ്റെ കോഡ് എന്ന് കമൻറ്റ്സ് എന്ന് കൊടുക്കുക. അതാണ് കമൻറ്റ്സ്, എന്ത് നമ്മൾ ചെയ്യുന്നു പ്രോഗ്രാം, അതിനെയാണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. A = 15, B = A-10, പ്രിൻറ്റ് A+3. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെയാണ്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിന് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് കണ്ടോ, ഇഫ് ബി ഗ്രേറ്റർ ദാൻ 5, അതൊരു എക്സ്പ്രഷനാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, അതിനകത്ത് എൻക്ലോസർ വിത്ത് പഞ്ച്വേറ്ററായിട്ട് അതിനെ ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു എക്സ്പ്രഷനായി മാറും. ഓക്കെ, ജാവയ്ക്കകത്തും സെയിം ആയിട്ടാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് പഞ്ച്വേറ്ററായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായി മാറും, എക്സ്പ്രഷൻസ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഓരോ ബ്ലോക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് ബ്ലോക്ക്. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബെയർ ബോൺസ് ഓഫ് പൈത്തൺ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് കമൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്രഷൻസ്, ഇൻലൈൻ കമൻറ്റ്സ് ആൾസോ, ഇൻറ്റൻഷൻസ് ആൾസോ. ദിസ് ഈസ് കോൾഡ് ബെയർ ബോൺസ് ഓഫ് പൈത്തൺ പ്രോഗ്രാം.